ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയുടെ കൂട്ടുകാരി ചേച്ചിയോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് ഇനിയും ചേച്ചിയുടെ അടുത്ത് വരുമെന്നും പറഞ്ഞ് നമ്മുടെ ജാനകി യാത്ര പറഞ്ഞ് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഒരൊറ്റ ഓട്ടം. അപ്പോൾ അഭിയും കൂടെ പോയിട്ടോ. ഈ സമയത്ത് ഞങ്ങൾ ഇനിയും വരാം, അന്ന് ഞങ്ങളോടൊപ്പം രാധാമണി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ സക്കീർ വക്കീലും അമ്മയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ യാത്ര പറഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരുണ്യദീപ് എന്ന് പറയുന്ന ഒരു വൃദ്ധസദനം. അവിടേക്ക് അപർണ പ്രഭാവതിയെയും മുത്തശ്ശിയെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായല്ലേ ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. മുത്തശ്ശി വെച്ചു, ഇതെന്താ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇവിടെ എന്തിനാണ് നമ്മൾ വന്നതെന്ന്. അപ്പോൾ പ്രഭാവതിക്ക് മനസ്സിലാകുന്നില്ല. പ്രഭാവതി ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അപർണ പറഞ്ഞു, മുത്തശ്ശിക്ക് അതൊക്കെ വഴിയാൻ മനസ്സിലാകുമെന്ന് പറഞ്ഞു. മുത്തശ്ശിയെ ഞാൻ ഒരാളെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു അപർണ. അതാരാ, എനിക്ക് കാണാനുള്ളതായിട്ടുള്ള ഇവിടെ ആരാ ഉള്ളത് അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാട്ടോ ഈ നമ്മുടെ നളിനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. നളിനിയെ കണ്ടപ്പം ആഹാ നളിനി ദേ ആള് വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നളിനിയെ കാണിച്ചു കൊടുക്കുമോ ഇവർക്ക്. ഇവളെ കാണാനാണോ നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? ഇതാ നളിനിയല്ലേ എന്ന് ചോദിച്ചു. ഇവളെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി അവരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നേ, കുറച്ച് ദിവസങ്ങളായിട്ട് അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കാം, നമ്മളെയൊക്കെ ഒന്ന് കാണണമെന്നും പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണെന്ന് പറയുമ്പോൾ നളിനി വലിയ ചിരിയൊക്കെ ചിരിച്ച് അങ്ങ് ഇറങ്ങിച്ചെന്നു. മുത്തശ്ശി എന്ന് പറഞ്ഞു വിളിച്ചു. നീ എന്താ ഇവിടെ? ഞാനിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അന്നേരം നളിനി, ഓ സൂര്യസാറ് മരിച്ച വിവരമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഇവിടുത്തെ തിരക്ക് കാരണം ഒന്നിനും എനിക്ക് സമയമില്ല പ്രഭാവതിയമ്മേ, 10-30 പേര് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞു പ്രഭാവതി ഇങ്ങനെ നിൽക്കുക. നിന്നെ കാണാൻ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരണമെന്നായോടി, അതിന് മാത്രം നീ വലുതായോ എന്ന് ചോദിക്കുന്ന മുത്തശ്ശിയോട് അമ്മ എന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു പ്രഭാവതി. പറഞ്ഞ ഇതൊക്കെ കേട്ട് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അയ്യോ സുമംഗലാമ്മ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങളെപ്പോലെയുള്ള വലിയ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് കാണാൻ ഞാൻ ആരാ? അപ്പം നീയല്ലേ പറഞ്ഞത് നളിനിക്ക് നമ്മളെ കാണണമെന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം മുത്തശ്ശി പറയുമ്പം നളിനീച്ച എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അത് പിന്നെ സുമംഗലാമ്മയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ടെന്നും അവരുടെ കാര്യമാണ് ഞാൻ അപർണ കൊച്ചിനോട് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളും അന്നേരത്തേക്കും നളിനി ഇങ്ങനെ പറഞ്ഞു. എനിക്ക് വേണ്ടപ്പെട്ട ആര്, അങ്ങനെ ആരാ ഇവിടെ ഉള്ളത്? നിനക്ക് ആള് മാറിപ്പോയത് നളിനി. അപ്പം എനിക്ക് സുമംഗലാമ്മയെ അറിയാവുന്നതല്ലേ, സുമംഗലാമ്മയെ പറ്റി തന്നെ അവർ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നളിനി ഇങ്ങനെ പറയുമ്പം അതിപ്പോൾ ആരാ അങ്ങനെ ഒരാളെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക. അപ്പം മുത്തശ്ശിയുടെ പഴയ കാലത്തെ ഏതെങ്കിലും പരിചയക്കാരെങ്കിലും ആയിരിക്കും, വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കണ്ടിട്ട് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു ഇവർ. അപ്പോൾ അകത്ത് കയറി ചെന്നിട്ട് ഇവരിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേച്ചി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പം നളിനി പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞു നേരെ ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതാട്ടോ ഞാൻ പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നളിനിയോട് ഇവരെയും കൊണ്ട് അപ്പുറത്തേക്ക് ഇരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാമെന്ന്. അപ്പം നളിനിയാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നു. നമുക്ക് അങ്ങോട്ട് ഇരിക്കാമെന്നും പറഞ്ഞു. എനിക്കിങ്ങനെ ഉള്ള സ്ഥലത്തൊന്നും പോയിരിക്കുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല, നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലെന്ന് തന്നെ പറയുമായിരുന്നു എന്നും പറഞ്ഞു ഈ മുത്തശ്ശി പറയുമ്പം മുത്തശ്ശി എതിർക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത്. മുത്തശ്ശി വാ മുത്തശ്ശി, നമുക്കൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോകാം, വാ മുത്തശ്ശി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുക. അങ്ങനെ ഇവർ ചെല്ലുന്നത് ഒരു മുറിയിലേക്ക്. ആ മുറിയിൽ ഒരു ചേച്ചി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇത് ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ ചേച്ചി, ഇത് ആരാന്ന് നോക്കിക്കേന്ന് പറഞ്ഞാൽ ആ ചേച്ചിയെ വിളിച്ചു. അപ്പോൾ ആ ചേച്ചി പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റിരുന്നപ്പോൾ ഇവരെ കണ്ടു. ചെറിയൊരു പുഞ്ചിരിയായിട്ട് ചേച്ചി ഇരിക്കാം. അതെ ഇത് ത്രേസ്യാമ്മ ചേച്ചിക്ക് ഒരു തളർച്ചയാണ്, ഡോക്ടർ ഉടനെ വരും കേട്ടോ ത്രേസ്യാമ്മ ചേച്ചി എന്ന് പറഞ്ഞ നളിനി ആ ചേച്ചിയോട് പറയണു. ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുക പ്രഭാവതിയും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുത്തശ്ശി പ്രഭാവതിയുടെ നേരെ കയ്യും കലാശവും കാണിക്കുന്നുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതിക്ക് അറിയില്ല എന്ന് പ്രഭാവതി തിരിച്ചു അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോഴും ഈ ചേച്ചി ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെ ത്രേസ്യാമ്മ ചേച്ചിയുടെ കൂട്ടുകാരിയെ കണ്ടില്ലേ, ഇതാ കേട്ടോ സുമംഗല എന്നാ പേര്, ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും നീ എന്തൊക്കെയാടി പറയുന്നതെന്ന് നളിനിയോട് ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ പരിചയപ്പെടാൻ ഞാൻ എന്താടി, ഞാൻ ഇവരുടെ കൂടെ ഇവിടെ ജീവിക്കാൻ പോവുകയാണോടി എന്നൊക്കെ ചോദിച്ചു. അപ്പം മുത്തശ്ശി ഇപ്പോൾ പറഞ്ഞത് കറക്റ്റായ കാര്യമാണെന്ന് അപർണ കയറി അങ്ങ് പറഞ്ഞു. ഇന്നു മുതൽ മുത്തശ്ശി ജീവിക്കാൻ പോകുന്നത് ഇവിടെ ഈ മുറിയിലാണെന്ന് അപർണ പറയുമ്പോൾ എന്നും പറഞ്ഞ് അന്തം വിട്ട് തള്ള ഇങ്ങനെ പ്രഭാവതിയെ നോക്കുക. വാ പൊത്തിപ്പിടിച്ച് പ്രഭാവതിയും ഇങ്ങനെ നിൽക്കുവാണ്. ഇതാണ് മുത്തശ്ശിയുടെ ബെഡ് എന്നും പറഞ്ഞ് ബെഡ് വരെ അപർണ കാണിച്ചു കൊടുത്തു. ഇവർ മുത്തശ്ശിയുടെ റൂംമേറ്റ് ആണെന്നും പറഞ്ഞു കൊടുത്തു. പ്രഭേ എന്താടി ഇതെന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശിയുടെ ബാഗൊന്നും എത്തിയില്ല നളിനി ചേച്ചി, ഞാൻ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, എല്ലാം എത്തിച്ചിട്ടുണ്ട്. തമ്പി സാറിൻ്റെ ഡ്രൈവർ കുറച്ച് മുമ്പ് ബാഗൊക്കെ ഇവിടെ കൊണ്ട് നേപ്പിച്ചിട്ട് പോയി, ഞാൻ അതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നും ഈ നളിനി ഇങ്ങനെ പറയുന്നു. അപ്പോൾ മഹാഭാബി നീ എന്താടി എന്നോട് ചെയ്തതെന്നും മുത്തശ്ശി അപർണയോട് ചോദിക്കുക. എന്നെ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് തള്ളാനായിരുന്നോടി നിൻ്റെ ഈ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ആശാത്തി. അപ്പം എടി തമ്പിയുടെ മോളെ നിൻ്റെ ആ പൂതിയുണ്ടല്ലോ അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് ഇറക്കുമ്പോൾ അവള് നമുക്കടെ കളി എൻ്റെ അടുത്ത് ഇറക്കുന്നത്, നീ ആ പ്രഭ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി അങ്ങ് പോകുമ്പോൾ നളിനി പിന്നാലെ പോയി. അപ്പം നീ എന്താ കാണിച്ചതെന്ന് വല്ല ബോധവും നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പം
ബോധം ഒന്നുമില്ലാത്തത് അന്നൊന്നും അമ്മയ്ക്ക് കൂടുതൽ സംസാരമൊന്നും ഇങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയോട് ദേഷ്യപ്പെട്ടു അപർണ. അപ്പോഴേക്കും പ്രഭാവതി ചൂളി അങ്ങ് പോയി. പ്രഭാവതിയുടെ അട്ടപ്പ് തെറിച്ചെന്ന് തന്നെ പറയാം. ഈ എന്നോട് അവളുടെ കളി എന്നെ അറിയില്ല അവൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ചേച്ചി, നേരത്തെ കണ്ട ആ ചേച്ചി എങ്ങോട്ട് തള്ളയി പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അപ്പം എന്നെ തള്ളയെന്ന് വിളിക്കാം, നീ ആരാടിയെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും, ഇപ്പം എവിടേക്കാണ് തുള്ളിച്ചാടി പോകുന്നതെന്നാണ് ചോദിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ചേച്ചി ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് പ്രഭാവതിയും നളിനിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. നളിനി വന്നിട്ട് പറഞ്ഞു, അതെ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം, ചേച്ചി അങ്ങ് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം നല്ല വിഷമുറ്റ ഐറ്റം ആണല്ലോ നളിനി, ആദ്യം വേണ്ടതേ ആ വിഷപ്പല്ലങ്ങ് കളയുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. ഒരു ദയയും കാണിക്കേണ്ട കാര്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ ചേച്ചി അങ്ങ് പോയി. ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മുത്തശ്ശി. പ്രഭാവതി എനിക്കിവിടുന്ന് ഇപ്പം തന്നെ പോകണം, അപ്പം നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോണേന്ന് ചോദിച്ചു അപർണ. നിങ്ങൾക്ക് പോകാൻ ഒരിടം ഉണ്ടോ? അളകാപുരിയെ അബിയുടെയും ജാനകിയുടെയും പേരിലാണെന്ന് നിങ്ങൾ മറന്നു പോകരുതെന്ന് ഈ അപർണ പ്രഭാവതിയോട് പറയണം. അതുപോലെ സുമംഗലയോടും. മുൻപ് അത് നിങ്ങളുടെ മോൻ്റെ കയ്യിലായിരുന്നു, അന്ന് അവിടെ കിടന്ന് നിങ്ങൾ കുറെ പൊളഞ്ഞതല്ലേ, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി തള്ളയെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് പറയുക. ഇതൊക്കെ കേട്ട് മിണ്ടാട്ടം മുട്ടി പ്രഭാവതി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി അത് അവിടെ നടക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ വെറുക്കുകയും വെറുപ്പിക്കുകയും ചെയ്തവരാ ആ വീടിൻ്റെ അവകാശികളായിട്ടുള്ളവരെന്നും പറഞ്ഞ് അപർണ മുത്തശ്ശിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. നിങ്ങളെ ആരെങ്കിലും അവിടെ കൈയേൽക്കുവോ? ഉണ്ടായിരുന്ന മകനോ പോയി, രോഗബാധിതനായിട്ട് കിടന്നിട്ട് പോലും ആ മനുഷ്യനെ നിങ്ങൾ സ്വസ്ഥത കൊടുത്തോ? ആ മനുഷ്യൻ മരിച്ചു കിടന്നപ്പോൾ ഒരു തുള്ളി കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞോ? കള്ളക്കരച്ചിലല്ലാതെ മനസ്സൂരിക്ക് ഒരു തുള്ളി കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞോ എന്ന് അപർണ മുത്തച്ഛിയോട് ചോദിക്കുക. അപ്പോഴും പ്രഭാവതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെന്ന് എനിക്കറിയാമെന്നും മോൻ പോയപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് എന്താ, വീട് എങ്ങനെ കൈക്കലാക്കാമെന്നുള്ളതല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം നീ നല്ലവളാണോടി? ഇവളുടെ പ്രസംഗം നമ്മൾ എന്തിനാ പ്രഭയെ കേൾക്കുന്നത്? ആ പ്രഭയെ നമ്മൾക്ക് പോകാം. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്കും പോകുന്നില്ലെന്ന് അപർണ നേരം പറഞ്ഞു. നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകാനേ ആ അമ്മയും ധൈര്യം കാണിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? അമ്മയ്ക്കും ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലമില്ല. പിന്നെ അമ്മയ്ക്ക് 3 മക്കളുണ്ട്. ആരും ഇല്ലാതായി പോയത് നിങ്ങൾക്കാണെന്നും നിങ്ങളുടെ കൊച്ചുമക്കൾക്കോ അവരുടെ ഭാര്യമാർക്കോ നിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അമല് നിങ്ങളെ വിളിക്കുന്നതേ മന്ധര മുത്തശ്ശി എന്നാ. പുരാണത്തിലെ മന്ധര തന്നെയാണ് നിങ്ങളെന്ന് അപർണ പറയുമ്പം ഞാൻ മന്ധരയാണെങ്കിലേ നീ ശൂർപ്പണയാടിയെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. പ്രഭാവതി നാളെ നിന്റെയും ഗതി ഇതൊക്കെ തന്നെയായിരിക്കും, നീ ഓർത്ത് വെച്ചോളാനൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പ്രഭാവതിയോട് പറയുന്നു. പ്രഭാവതി ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അവസാന കാലത്ത് നിനക്ക് ആശ്രയം നിന്റെ ഇളയ മോനാ, അവൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് ഈ ശൂർപ്പണങ്ങാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യം മുത്തശ്ശിക്ക്. അത് ഓരോരുത്തരുടെയും കയ്യിലിരിപ്പ് പോലെ ഇരിക്കും, അവരെ നോക്കുന്നതും നോക്കാത്തതും ഒക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊളുത്ത് പ്രഭാവതിക്ക് അങ്ങ് ഇട്ടുകൊടുത്തു അപർണ. അപ്പോൾ അമ്മ മനസ്സിലാക്കേണ്ടതേ ഒരു കാര്യമാണ്, ഇത് അനാഥാലയം ഒന്നും അല്ലാന്ന. കാശുള്ള വലിയ വലിയ ആൾക്കാരുടെ അമ്മയെയും അച്ഛനെയും ഒക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. മക്കൾ മാസാമാസം കൃത്യമായിട്ട് അവർക്കുള്ള ആ ഒരു ചെലവ് കാശും അങ്ങ് അയച്ചു കൊടുക്കും. പിന്നെ അച്ഛൻ കൃത്യമായിട്ട് നല്ലൊരു തുക ഇവിടെ കൊടുത്തിട്ടാണ് ഇവിടെ മുത്തശ്ശിയെ താമസിപ്പിക്കാമെന്ന് തന്നെ അവർ സമ്മതിച്ചതെന്നും പറഞ്ഞു. പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഡോക്ടർ വരും, ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ അപ്പം തന്നെ വന്നും പോയും ഒക്കെ ഇരിക്കും. പിന്നെ നേഴ്സും വരും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യം കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ അമ്മയ്ക്കൊന്നും മുത്തശ്ശിക്കൊന്നും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് നളിനി ഇങ്ങനെ പറയുമ്പോൾ കേട്ടല്ലോ പറഞ്ഞത്, മുത്തശ്ശിയുടെ കാര്യങ്ങൾ കൃത്യ സമയത്ത് അവർ നോക്കിക്കോളൂ എന്നാ പറഞ്ഞത്. വയസ്സാം കാലത്ത് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? വീട്ടിൽ വന്ന് കിടന്ന് മറ്റുള്ളവരുടെ മനസ്സമാധാനം കൂടി കളയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി നീ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പം നിങ്ങളെ ഞാൻ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനാ? അപർണ പറഞ്ഞതുപോലെ നിങ്ങളെ കൊണ്ടുപോകാനേ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമില്ല, അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ട് ഈ അപർണ നിന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ പ്രഭാവതി കൊമ്പൊടിഞ്ഞ് സിംഹമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കിട്ടിയത് ഭാഗ്യമാണെന്ന് കരുതി ഇവിടെ കഴിയാൻ നോക്കാൻ പറഞ്ഞു. പ്രഭാവതി അവിടെ നിന്ന് പോയി. അപ്പം നീ എന്തിനു വേണ്ടി ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ ആ വീട്ടിലുണ്ടെങ്കിലേ അച്ഛൻ്റെയും മോളുടെയും പദ്ധതിയൊന്നും നടക്കില്ല, നീ നശിച്ചു പോകുകയെന്ന് പറഞ്ഞ അപർണയും മുത്തശ്ശി പ്രാകുമ്പം നല്ലത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അതാണെങ്കിൽ ഞാനത് 2 കൈയും നീട്ടി സ്വീകരിച്ചോളാം. എന്നെ ഏതെങ്കിലും ശരണാലയത്തിൽ കൊണ്ടുപോയി വിടാൻ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ഞാനത് ചെയ്തെന്നേ ഉള്ളൂ എന്നും അപർണ മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി ഇരുന്ന് ആലോചിക്കുക എപ്പോഴാണെന്ന്. ഇവിടുന്ന് ചാടി വരാൻ വല്ല ഉദ്ദേശവും നിങ്ങൾക്കുണ്ടെങ്കിലേ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാകില്ല എന്നും പറഞ്ഞ് ആ ഒരു താക്കീതും കൊടുത്തിട്ട് ഇങ്ങ് പോവുക. അപ്പോൾ
ചേച്ചി ഞാൻ ഇറങ്ങുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അപർണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപർണ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ആദ്യമായിട്ട് പുള്ളിക്കാരുടെ കണ്ണ് നനഞ്ഞു. ആ സമയത്ത് നിങ്ങളുടെ അഭ്യാസങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മുത്തശ്ശി നിന്ന് കരയുക. നിങ്ങൾ ആ പാപം ജാനകിയോടും അഭിസാറിനോടും ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്കൊക്കെ കിട്ടിയ ശിക്ഷയാണ്. ആ ക്രൂരതകളൊക്കെ എനിക്കറിയാം. പിന്നെ വീട്ടുപണിക്കാരി നിങ്ങളുടെ അടിമയെന്നുള്ള മട്ടിൽ നിങ്ങൾ എന്നോട് പെരുമാറിയതൊന്നും ഞാൻ മറന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നളിനി തള്ളയോട് ഇത് പറയുകയും ചെയ്തു. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാനും കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയെന്ന് പറയുക. അങ്ങനെ നളിനിയും തള്ളക്കെട്ടുള്ളത് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങ് പോയി. തള്ള കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ കാണിക്കുന്നത് പൊന്നുവിനെയാട്ടോ. പൊന്നു പുറത്തിറങ്ങി വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും മഞ്ജു അങ്ങോട്ടേക്ക് വന്നു. പൊന്നു ഇവിടെ വന്ന് നിൽക്കുകയാണോ? ആൻറ്റി എവിടെയൊക്കെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആൻറ്റിയെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ കുറേ നേരമായിട്ട് അച്ഛനെയും അമ്മയെയും കാണാതെ ഇങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു, അവരെ കാണുന്നില്ലല്ലോ ആൻറ്റി. അപ്പോൾ അവരൊരു കാര്യത്തിന് പോയതല്ലേ മോളെ, അവരിപ്പോൾ ഇങ്ങ് വന്നോളും, മോള് വെറുതെ വിഷമിക്കരുതെന്ന് പറഞ്ഞു മഞ്ജു വിളിക്കുക കൊച്ചിനെ. അച്ഛനും അമ്മയും പോയത് ശരിക്കും വാടക വീട് നോക്കാൻ വേണ്ടി തന്നെയാണോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞതേ അങ്ങനെയാ, വേറെ വീട് കിട്ടിയാലേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമെന്നും അമ്മ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് മഞ്ജു ഇങ്ങനെ വല്ലാത്തൊരു ഇതിലിങ്ങനെ ഇരിക്കുക. പിന്നെ മുത്തശ്ശിയും അച്ചമ്മയും പോയിട്ട് അവരെയും കാണുന്നില്ലല്ലോ, പാപം മുത്തശ്ശി, അവരും പോയിട്ട് ഒത്തിരി നേരമായല്ലോ. മുത്തശ്ശി അന്നേരം ഇൻസുലിൻ കുത്തിവെച്ചിരുന്നെങ്കിലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ടൊന്നും വരില്ലായിരുന്നു എന്നൊക്കെ പൊന്നും. ഇനിയൊക്കെ അത് പറഞ്ഞിട്ട് എന്താ മോളെ കാര്യമുള്ളത്? എന്തായാലും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞു ഈ മഞ്ജു. അപ്പോൾ പാവം മുത്തശ്ശി എന്ന് പറഞ്ഞ് പൊന്നും ഒരുക്കുക. അപ്പോൾ മോളിങ്ങനെ പുറത്തിരിക്കണ്ട, അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ആൻറ്റി പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട്, പൊന്നുവിനെ ഇവിടെ തടിച്ചാക്കിയിട്ട് ആൻറ്റി എങ്ങനെ പോകാനാ, ആൻറ്റിയോട് വഴക്ക് കൂടാതെ വാ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു വന്നിട്ട് പൊന്നുവിനെ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കരഞ്ഞു വിളിച്ചു വരുന്ന നമ്മുടെ ജാനകിയാണ്. ജാനകി ഇങ്ങനെ താങ്ങി നിർത്തിയിട്ടുണ്ട് നമ്മുടെ അഭി. ജാനകി നീ ഇങ്ങനെ കരയല്ലേ, എത്ര നേരമായി നീ കരയാൻ തുടങ്ങിയിട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നീ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ജാനകിക്കാണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല അഭിയേട്ടാ എന്ന് പറഞ്ഞാൽ കരയുന്നത്. എൻ്റെ അമ്മയെ ആ മനുഷ്യൻ പിന്തുടർന്ന് മുഴുഭ്രാന്തിയാക്കിയില്ലേ എന്ന് ജാനകി ചോദിക്കുക. അപ്പം ജാനകി ഇതൊന്നും മദർ ആഗ്നസ് പറഞ്ഞിരുന്നില്ലെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വക്കീൽ അന്നേരം പറയുക. രാധാമണി വാരസ്യാർ പ്രഗ്നൻ്റ് ആയ വിവരമൊന്നും തമ്പി ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന കാര്യവും സക്കീർ ഭായ് അന്നേരം പറഞ്ഞു. പിന്നെ പക്ഷേ അവളെ ഫോളോ ചെയ്യാതിരിക്കാൻ അയാൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നതാണ് വക്കീൽ. പ്രത്യേകിച്ച് അച്ഛൻ്റെ മരണം കൂടി അറിഞ്ഞ സ്ഥിതിക്ക് അയാൾ ഫോളോ ചെയ്ത് വരുമെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അബിക്ക് രക്തം തെളിച്ചു. അബി ഇന്ന് അവരെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞു ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പോവുക. അപ്പോൾ എങ്ങോട്ടാ അബിന് മോനെ നീ പോകുന്നത്? ബാക്കിയുള്ള കാര്യം കൂടി ഞാനൊന്ന് കേൾക്കട്ടെ. തമ്പിയെ കൊന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? മറ്റൊരു രാധാമണി വാരസ്യാരാക്കണോ ഈ നിൽക്കുന്ന കുട്ടിയെ നിനക്കെന്ന് ചോദിച്ചു. അവനെ കൊന്നതുകൊണ്ട് നിനക്ക് എന്ത് നേടേണ്ടതെന്ന് ചോദിച്ചു. ഇങ്ങനെയാണോ അവൻ ചത്തതുകൊണ്ട് അവൻ ചെയ്തതൊക്കെ ഇല്ലാതാകുമോ? അവൻ അനുഭവിക്കേണ്ടത് അനുഭവിക്കാതാകുമോ? അങ്ങനെയാണോ അവനോട് ചെയ്യേണ്ടത്? അപ്പോൾ അവനെ അവൻ്റെ സ്വന്തം മകളും ഭാര്യ പോലും ആട്ടി ഓടിക്കണം, കൺവട്ടത്ത് വരുമ്പോൾ കാർക്കിച്ച് തുപ്പണം അവനെ. ആ രീതിയിലല്ലേ അവനെ തീർക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൻ്റെ വേദന എന്താണെന്ന് തമ്പി അറിയണം. അനുഭവിക്കാതെ അയാൾ ഭൂമി വിട്ട് പോകരുത്. എന്ത് ത്യാഗം സഹിച്ചും അവരെ കണ്ടെത്തണം. അപ്പോൾ ഇനി എവിടെ ചെന്ന് കണ്ടെത്താൻ എൻ്റെ സക്കീർ ഭായി അന്നേരം അഭി ചോദിച്ചു. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ജാനകിക്ക് ടെൻഷനായി. ജാനകി ഭയങ്കരമായിട്ട് കിടന്നങ്ങ് വെപ്രാളം കയറ്റാൻ തുടങ്ങി. അപ്പം മനസ്സിനെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ഞാനത് ജാനകിയോട് പറയാതിരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനകി ഭയങ്കര കരച്ചിലിട്ടാ. അവർ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരുറപ്പും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തമ്പി അങ്ങനെ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ കണ്ടെത്തിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ അച്ഛൻ ഇത്രയും കാലം അത് പുറത്ത് പറയാതിരുന്നത് അമ്മ എവിടെ ഉണ്ടെന്ന് അച്ഛൻ അറിയാവുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ഒരു വിവരം അച്ഛൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ ഒരിക്കലും ഈ വിവരങ്ങളൊന്നും പറയില്ല. അഭിയേട്ടനോടെല്ലാം പറയാമെന്ന് മരിക്കുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. എല്ലാ വിവരങ്ങളും പിറ്റേന്ന് തരാമെന്ന് അച്ഛൻ ഉറപ്പ് തന്നതും അത് അച്ഛൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്തിയേ പറ്റൂ. എൻ്റെ അമ്മ ഈ ലോകത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ കാണിക്കുന്ന കരുണയുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകുമെന്നും എനിക്ക് എൻ്റെ അമ്മയെ വേണമെന്ന് പറഞ്ഞ് ജാനകി ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ രാധാമണി വാരസ്യാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 80 വയസ്സ് മുകളിൽ അവർക്കിപ്പോൾ പ്രായം വരും. എന്താണെങ്കിലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. വിവരം അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ വക്കീൽ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ വൃദ്ധസദനത്തിലിരുന്ന്
ആലോചനയും പെറുക്കലുമായിട്ടിരിക്കും. അപ്പോഴാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ കൂടെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവരെന്താ ഭക്ഷണം കഴിക്കാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇവരോട് കുറേ നേരമായി ചോദിക്കുന്നു, ഇവരൊന്നും പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവും, പിന്നെ അത് ശരിയായിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ചുറ്റിനും ഉള്ളവരൊക്കെ ഇങ്ങനെ പറയുമോ. ആ സമയത്ത് നളിനി അങ്ങോട്ടേക്ക് എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതേ ഈ പുള്ളിക്കാരി ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് അവിടെയുള്ള ചേച്ചിമാർ പറഞ്ഞു. അപ്പോൾ വേണ്ടെങ്കിൽ തിന്നുകയും കുടിക്കുകയൊന്നും വേണ്ട, ഇവർ ചായ കുടിക്കണമെന്ന് ആർക്കും ഇവിടെ ഇപ്പോൾ ഇത്ര നിർബന്ധമൊന്നും നളിനി അന്നേരം ചോദിക്കും. ഇത് കേട്ടപ്പോൾ മുത്തച്ഛിക്ക് ഭയങ്കര കലിപ്പ് നളിനിയോട്. ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ബെല്ല് കേൾക്കും, അപ്പോൾ ഒന്ന് കഴിച്ചോളണമെന്നും നളിനി ഇങ്ങനെ മുത്തശ്ശിയോട് പറയുമ്പോൾ ഇത് കേട്ട് തകർന്നിരിക്കുന്ന മുത്തച്ഛിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. പ്രവചനാതീതമായ കഥകളിൽ നിന്നും കഥകളിലേക്കാണ് നമ്മുടെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി വീണ്ടും അറിയിക്കുന്നു. പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ദൈവം സ്പോട്ടിൽ പണി കൊടുക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെയായി. അത് കഥയിലായാലും ജീവിതത്തിലായാലും ഒക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളല്ലേ. അപ്പോൾ വീണ്ടും കാണാൻ കേട്ടോ. എല്ലാവർക്കും നന്ദി.